ഫോട്ടോ ഒരുമിച്ച് എടുക്കണമെങ്കിൽ ഞങ്ങളൊന്ന് മുട്ടുകുത്തിയിരിക്കേണ്ടി വരും. എന്നോട് ഓപ്പണായിട്ട് പറയും പൈസ ഇല്ല വരാൻ, എറണാകുളത്തേക്ക് വരാൻ പൈസ ഇല്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് വർത്താനം പറയുമ്പോൾ നിങ്ങൾ എൻ്റെ അപ്പിയറൻസും ആയിട്ട് കണക്ട് ചെയ്താണ് നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിച്ചത്. ഞാൻ അടുത്ത ചോദ്യം ചോദിക്കണ മുന്നേ പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു, ഒരിക്കലും എടാ നാളെ ചോറ് വയ്ക്കാൻ അരിയില്ല, എന്താ ചെയ്യാ, പരിപാടി മൊത്തത്തിൽ പാളി. ഈ അമ്മയുടെ മരണം വല്ലാതെ നമ്മളെ ബുദ്ധിമുട്ടി, നമ്മുടെ ജീവിതയാത്രയ്ക്ക് വരെ ഒരു തടസ്സമായി. ഒരു മകൻ എന്നുള്ള രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ആ ഏജിൻ്റെ പ്രശ്നങ്ങളെല്ലാം കൂടി അമ്മേനെ കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. വിഷമങ്ങളെ വിഷമിച്ചുകൊണ്ട് തന്നെ അതങ്ങോട്ട് എൻജോയ് ചെയ്യും. വിഷമിച്ചുകൊണ്ടിരിക്കുക രസമല്ലേ. കോംപ്ലക്സുകൾ വെച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് അവരറിഞ്ഞാൽ എന്തായിരിക്കും, അല്ലെങ്കിൽ ഓവർ ജാടകളിൽ ജീവിക്കുക എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ. എയിം ചെയ്തിട്ട് അതിൽ നിന്ന് നിങ്ങൾക്കൊന്ന് മാറി ചിന്തിക്കണം. കാരണം നമ്മൾ ലൈഫിൽ നോർമലായിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത്. ഞാൻ എൻ്റെ മരണം വരെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതിപ്പം ചില ആൾക്കാരായിരിക്കും അതിലൊക്കെ വലിയ കാര്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് എൻ്റെ ഒരു സന്തോഷം. ഞാൻ ചിലപ്പോൾ വന്ന് ഞാൻ ചിലപ്പോൾ വിടും. ഞാൻ പറഞ്ഞല്ലേ, തരണമെങ്കിൽ ഒരു ക്യാരക്ടർ തരാൻ കഴിയും അവർക്ക്. എന്താണ് കാരണം എന്ന് പറയും, ഇവരിത് പറയും. ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ, 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്, ബമ്പർ സമ്മാനമായി BMW കാർ, 30 കോടി രൂപയുടെ ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി. മൈജി ഓണം മാസ് ഓണം. നമസ്കാരം. ഓണമൊക്കെയാണ്, ഓണാഘോഷങ്ങൾ നടക്കാൻ പോവുകയാണ്. ഓണം കുറേ ആഘോഷമായിട്ട് പോവും. അപ്പോൾ ഈ ഓണത്തിന് എന്നോടൊപ്പം ഒരു ചെറിയ കലാകാരൻ, എന്നാൽ വലിയ സിനിമയുടെ ഭാഗമായ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരൻ, പേര് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ഫേസിൽ കാണുമ്പോൾ മനസ്സിലാവും. നമസ്കാരം. നമസ്കാരം. ഈ പേര് എല്ലാവർക്കും അറിയില്ലേ? വിജയകൃഷ്ണൻ എന്നുള്ള പേര് എല്ലാവരും അറിയട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അറിയും. അറിയട്ടെ. എത്ര സിനിമകൾ? ഒരു 25ഓളം സിനിമകൾ ആയി ഏകദേശം. ആരുടെയൊക്കെ കൂടെ അഭിനയിച്ചു? എന്താ പറയുക, ഏറ്റവും തുടക്കം അജയേട്ടൻ, പക്കൂർ ചേട്ടൻ, പൃഥ്വിരാജ്, സാക്ഷാൽ അമ്പിളി ചേട്ടൻ, ജഗദീഷ് ചേട്ടൻ, ഇന്ദ്രൻ ചേട്ടൻ, പിന്നെ ഇപ്പോൾ ജയേട്ടൻ, ജയസൂര്യ, ദിലീപേട്ടൻ്റെ കൂടെ ചെയ്തു, ധ്യാൻ്റെ കൂടെ ചെയ്തു, വിനീതേട്ടൻ്റെ കൂടെ ചെയ്തു, സൈജു കുറുപ്പ്, അങ്ങനെ കുറേ ആൾക്കാർ, മാത്യു, ബാസി, ശ്രീനാഥ് ബാസി. പോരെ, മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിറഞ്ഞിരിക്കുന്ന ആളുകളുടെ കൂടെ അഭിനയിച്ചിരിക്കുന്നത് വലിയ സന്തോഷമാണത് അല്ലേ? സന്തോഷത്തിനൊപ്പം തന്നെ സങ്കടങ്ങളും ഉണ്ട്. തീർച്ചയായിട്ടും ജീവിതത്തിന്റെ ഭാഗമാണല്ലോ. ജീവിതത്തിന്റെ ഭാഗമാണ്. ഞാൻ സങ്കടങ്ങളിലേക്ക്, യാത്രയിലേക്ക് ഒന്ന് പോവാണ്, ജീവിതയാത്രയിലേക്ക്. ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധി ഘട്ടത്തിലുണ്ട് അല്ലേ? ആരും നമ്മളെ സഹായിക്കാനില്ല അല്ലേ? ആരും സഹായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? ഒരുപാട് സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം കുറേ നല്ല സൗഹൃദങ്ങളും നല്ല സുഹൃത്തുക്കളും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനിപ്പോഴും. ആ ഒരു എന്താ പറയുക, സൗഹൃദങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. മരണം വരെ ഒരു നല്ലൊരു സുഹൃത്തായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ കുറേ ആളുകളുണ്ട്. അതിൽ എന്താ പറയുക, രക്തബന്ധത്തിലുള്ളവരുണ്ടായിരിക്കാം, അതിനപ്പുറത്തേക്ക് നമ്മൾ രക്തബന്ധം എന്നതിനപ്പുറത്തേക്ക് കുറേ നേരത്തെ പറഞ്ഞ വാക്കുണ്ടല്ലോ, സൗഹൃദം, അതിലൂടെ ജീവിക്കുന്നതായതുകൊണ്ട് അതിലുള്ള കുറേ ആൾക്കാർ, അങ്ങനെയുള്ള കുറേ ആൾക്കാർ, ഒരുപാട് സ്ട്രേഞ്ചേഴ്സ്, എവിടേക്കോ കിടക്കുന്ന ആരൊക്കെയോ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ നമ്മൾ ഏറ്റവും അടുത്ത ആൾക്കാരായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. അങ്ങനെയുള്ള ഒരുപാട് സ്നേഹങ്ങളും സൗഹൃദങ്ങളും സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഏറ്റവും കൂടുതൽ സഹായിച്ചു എന്നൊരു സിനിമയിൽ നിന്നും ഒരു സഹായിച്ചു എന്ന് പറയുകയാണെങ്കിൽ ആരുടെ പേര് പറയാൻ പറ്റും? അതിപ്പോൾ സഹായം എന്നതിനപ്പുറത്തേക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മാറ്റമുണ്ടായ സിനിമയാണ് ഹൃദയം. അതായത് പ്രൊഫഷണൽ കരിയറിൽ. അപ്പോൾ വിനീത് ശ്രീനിവാസൻ്റെ പേരെന്തായാലും ഞാൻ എപ്പോഴും ആദ്യമായിട്ട് പറയേണ്ട ഒരു പേരാണ്. അത് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ്. എപ്പോഴും വിനീതേട്ടനോട് അങ്ങനെ കോണ്ടാക്റ്റ് ഒന്നുമില്ല, അല്ലെങ്കിൽ എപ്പോഴും മെസ്സേജ് അയക്കുകയോ വിളിക്കാറൊന്നുമില്ല, വളരെ അപൂർവമായിട്ട് സംസാരിക്കാറുള്ളൂ. പക്ഷേ പുള്ളി തന്ന ഒരു സ്പേസ് ഉണ്ട് നമുക്ക്. വിജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ആക്ടറെ മാത്രം പരിഗണിച്ച് അയാളുടെ ശാരീരികമായിട്ടുള്ള പ്രത്യേകതകളോ അല്ലെങ്കിൽ അയാളുടെ പരിമിതികളൊന്നും മൈൻഡ് ചെയ്യാതെ
ഒരു ക്യാരക്ടർ വരിക്കപ്പാറ, വിജയൻ വരിക്കപ്പാറ എന്ന് പറഞ്ഞ ക്യാരക്ടർ തന്ന് ആണ് എനിക്ക് ആ ഒരു ക്യാരക്ടറാണ് വലിയ രീതിയിൽ ബ്രേക്ക് ഉണ്ടായത്. കൂടുതൽ സിനിമാക്കാരിലേക്ക് എത്തിയതും എന്താ പറയുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിയതും. ഇപ്പോഴും ഇപ്പോൾ 4 വർഷം കഴിഞ്ഞു, ഇപ്പോഴും 2 ദിവസം മുന്നേയും കൂടി ഹൃദയത്തിൻ്റെ ചേട്ടനല്ലേ എന്ന് പറഞ്ഞിട്ട് 1-2 കുട്ടികൾ വന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആ ഒരു മനുഷ്യൻ നമുക്കൊരു ഒരു വലിയ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ്. ആ സിനിമ ഒരു ബ്രേക്ക് ഉണ്ടായില്ലെങ്കിൽ ചിലപ്പോൾ സിനിമാ മേഖലയിൽ തന്നെ അതിൽ നിന്ന് ഔട്ടായേനെ അല്ലേ? ഒരു പക്ഷേ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഹൈദർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്താണ് ഹൃദയം എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ചിലപ്പോൾ കേൾക്കുന്ന ചില ആളുകൾക്കെങ്കിലും ചിലപ്പോൾ അത് ബോറടിക്കുന്നുണ്ടായിരിക്കും. എൻ്റെ അമ്മ എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നെ വിട്ടുപോയ സമയത്ത്, അതായത് എനിക്ക് എന്താ പറയുക, എൻ്റെ എല്ലാമായിട്ടുള്ള ആളായിരുന്നു അമ്മ. അച്ഛൻ നേരത്തെ എൻ്റെ ചെറിയ പ്രായത്തിൽ മരിച്ചതാണ്. ഞാൻ സിംഗിളായതുകൊണ്ടും ഞാൻ ഒറ്റ മോനായതുകൊണ്ടും പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. പക്ഷെ അമ്മ പോയ സമയത്ത് ആ ഒരു എന്താ പറയുക, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും വലിയൊരു ലോസ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ആ സമയത്താണ് എന്നെ വിനീതേട്ടൻ ഹൃദയത്തിലേക്ക് കാസ്റ്റ് ചെയ്തെന്നുള്ളൊരു ഫൈനൽ കൺഫർമേഷൻ തരുന്നതും പുള്ളിയുടെ ഒരു മെസ്സേജ് ഞാൻ വായിക്കുന്നതും എന്താ പറയുക, ഞാൻ ഉറപ്പിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടുണ്ടായതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. ആ സമയത്ത് പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഗ്യാപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷങ്ങൾ മുന്നോട്ട് ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ സന്തോഷങ്ങൾ പൊക്കിപ്പിടിച്ച് വെക്കാനും ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിലുള്ള സമയത്താണ് ആ സിനിമ സംഭവിക്കുന്നതും നേരത്തെ പറഞ്ഞ പോലെ വലിയ ബ്രേക്ക് സംഭവിക്കുന്നത്. ഈ അമ്മയുടെ മരണം വല്ലാതെ നമ്മളെ ബുദ്ധിമുട്ടി, നമ്മുടെ ജീവിതയാത്രയ്ക്ക് വരെ ഒരു തടസ്സമായി. ഞാനതിന് വളരെ പോസിറ്റീവായിട്ട് കാണുന്നത്. കാരണം വേറൊന്നുമല്ല, മരിച്ചാൽ എന്താ പോസിറ്റീവായിട്ട് കാണുന്നത് ചിലപ്പോൾ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഒരു മകൻ എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു സംതൃപ്തിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ കൊച്ചിയിൽ താമസിക്കുന്നു, അമ്മ വീട്ടിൽ ഇപ്പോൾ കുടുംബടുത്ത് വീട്ടിലായിരുന്നു. ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സായിട്ട് സിനിമ സ്വപ്നങ്ങളായിട്ട് ഇങ്ങനെ നടക്കുന്നു, ആളുകളെ കാണുന്നു, ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ അത്യാവശ്യം സ്റ്റെപ്പ് വെച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കൊച്ചി പോലെ വലിയൊരു നഗരത്തിൽ 100-ൽ 95 ആൾക്കാരും സിനിമയ്ക്ക് വേണ്ടി നടക്കുന്നവരാണ്. അങ്ങനത്തെ രീതിയിൽ നമ്മൾ ആൾക്കാരെ കാണാറ്. പക്ഷേ ഇത്രയും ആൾക്കാർക്കിടയിൽ നമുക്കൊരു സ്പേസ് കിട്ടി തുടങ്ങിയ സമയത്താണ് അമ്മ പെട്ടെന്ന് വയ്യാണ്ടായിട്ട് ഞാൻ നാട്ടിൽ സ്റ്റക്ക് ആവുന്നത്. 2017 പക്ഷെ ആ സമയത്ത് ഞാൻ അവിടെ നിന്നപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു, ഒരു ഗ്യാപ്പാണ്, ചിലപ്പോൾ ഇത് വലിയ രീതിയിൽ എന്നെ ബാധിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അപ്പോഴും ഒരു സൈഡിൽ ഞാൻ ചിന്തിച്ചത്, എനിക്കൊരു മകൻ എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇപ്പോഴാണ് ചെയ്യാൻ പറ്റുക. ആ ഒരു സമയം എന്താ പറയുക, നല്ല രീതിയിൽ വിനിയോഗിക്കപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് അമ്മയുടെ കുറേ കാര്യങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ, അമ്മേനെ ഒരു മകൻ എന്നുള്ള രീതിയിൽ കെയർ ചെയ്യാൻ, ആ സമയത്ത് അമ്മയുടെ മുന്നിൽ ഞാൻ മകനും അച്ഛനും മറ്റേ ഗാർഡിയനും എല്ലാം ആയിരുന്നു. അമ്മേനോട് ചിലപ്പോൾ ദേഷ്യപ്പെടേണ്ടി വന്നിട്ടുണ്ട്. കാരണം അമ്മേനെ ആരോഗ്യ പ്രശ്നങ്ങളും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ആ ഏജിൻ്റെ പ്രശ്നങ്ങളെല്ലാം കൂടി അമ്മേനെ കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അമ്മ ഒരു കാലത്ത് ഭയങ്കരമായിട്ട് അമ്മ പേടിച്ചിട്ടുള്ള മാമനൊക്കെ ഉണ്ട്. ആ മാമനൊക്കെ പിന്നീട് അമ്മ മറ്റേ കളിക്കുട്ടീനെ മാതിരിയാണ് പിന്നെ കണ്ടിട്ടുള്ളത്. മാമനൊന്നും ഒരു പേടിയുണ്ടായിരുന്നില്ല, പക്ഷേ എന്നെ മാത്രമേ പേടിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനും കുറച്ച് ഫ്രണ്ട്സും കൂടിയിട്ടാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് അമ്മേനെ ഡീൽ ചെയ്തായിരുന്നത്. അപ്പം ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഒരു മനുഷ്യനായിട്ട് അല്ലെങ്കിൽ ഒരു മകനായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് സംഭവിച്ചതൊക്കെ വലിയ കാര്യങ്ങളാണ്. പിന്നീട് ഇങ്ങോട്ട് സംഭവിച്ചത്, അമ്മയുടെ അസുഖം ഇടയ്ക്ക് ഒന്ന് അമ്മ ഓക്കെ ആയി, പിന്നീട് അമ്മ പോയി. പക്ഷേ ചില വലിയ വിഷമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ വേറെ ചില കാര്യങ്ങൾ എന്താ പറയുക, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പോസിറ്റീവായ രീതിയിൽ എത്തും എന്ന് പറയുന്നില്ലേ. അപ്പോൾ ഈ എൻ്റെ അടുത്ത് നിന്ന് പോയ അമ്മയുടെ ഒരു സന്തോഷമോ പ്രസൻസോ സംതൃപ്തിയൊക്കെ തന്നെയായിരിക്കും അത് എന്നാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സാമ്പത്തികത്തിനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടോ? അതിപ്പോഴും ഉണ്ട്. അത് സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ പറയുക, ഒരു വലിയ ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉള്ള ആളൊന്നുമല്ല. എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ഡീൽ ചെയ്യുന്നത്. അപ്പം എന്താ പറയുക, അങ്ങനെ സമയത്തൊക്കെയാണ് ഒരുപാട് ആൾക്കാർ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നൊക്കെ എനിക്ക് അതായത് അമ്മ ഏറ്റവും സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലായ സമയമുണ്ട്. അമ്മ മരിക്കുന്നതിൻ്റെ 2 ദിവസം മുന്നാണ് അമ്മേനെ ഹോസ്പിറ്റലൈസ് ചെയ്തത്. അപ്പോഴേക്ക് എനിക്ക് കിട്ടിയ സഹായങ്ങൾ, അത് സാമ്പത്തികമാവട്ടെ, മെൻ്റലി ആവട്ടെ, ഫിസിക്കലി ആവട്ടെ,
അപ്പോഴാണ് എനിക്ക് അപ്പോൾ ഒരു വിശ്വാസം ഉണ്ടായത്, ഞാൻ നല്ലൊരു സുഹൃത്ത് ആണ് പലർക്കും എന്ന് എനിക്ക് ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് ഉണ്ടായൊരു സമയമായിരുന്നു. അത് സിനിമാക്കാരുണ്ട്, ജൂഡ് ആൻ്റണി, എന്താ പറയുക, ബിപിൻ ജോർജ് ഉണ്ടായിട്ടുണ്ട്, പിന്നെ സെന്തിൽ എന്നെ RCCയിൽ അമ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റ് സമയത്ത് വലിയ രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തുള്ള ഒരാളാണ് സെന്തിൽ. പിന്നെ കുറേ ഞാൻ പേരെടുത്ത് ഒരുപാട് ആൾക്കാർ പേര് പറയുന്നില്ല, കുറേ സിനിമാ സുഹൃത്തുക്കൾ, പേഴ്സണൽ സുഹൃത്തുക്കൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ അമ്മ മരിച്ചതിന് ശേഷം, അതായത് ഇപ്പോൾ ഇന്ന് അമ്മേനെ അഡ്മിറ്റ് ചെയ്തു, ഇന്ന് നാളെയായിട്ട് കുറേ ഫിനാൻഷ്യൽ സപ്പോർട്ടുകളൊക്കെ വന്നു. അപ്പോഴേക്കും കിടിലം ഫിറോസ്ക പുള്ളിയാണ് ശരിക്കും ഒരു പോസ്റ്റ്, സെന്തിൽ ഭായി പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇടുന്നതൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു അടുത്ത ദിവസം ഞാൻ പറഞ്ഞില്ല, മൂന്നാമത്തെ ദിവസം അമ്മ മരിക്കുന്നു. അപ്പോൾ ഈ വന്ന ക്യാഷുകൾ ഞാൻ അങ്ങനെ ലിസ്റ്റൊക്കെ എടുത്ത് വെച്ച് ഞാൻ ചിലരോട് ചോദിച്ചു, പലരോടും ഞാനത് തിരിച്ചിട്ടോട്ടെ, കാരണം അമ്മ പോയി, നിങ്ങൾ ചെയ്തതെന്ന് അവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. എടാ ഇത് നിനക്ക് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി ചെയ്തതാണ്, നീ ഒരു മകൻ എന്നുള്ള രീതിയിൽ നീ ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം, അപ്പോൾ അതവിടെ വെച്ചേക്ക്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഞാനൊരു നല്ലൊരു സുഹൃത്താണെന്നുള്ളൊരു അഹങ്കാരം എനിക്കപ്പോൾ ഉണ്ടായത്. പറഞ്ഞില്ല, വേറെ മറ്റുള്ള ഒരു കാര്യത്തിൽ ഞാൻ അഹങ്കരിക്കാൻ പോകുന്നില്ല. കാരണം ഏത് സമയത്ത് എപ്പോഴും എങ്ങനെയും എന്തും സംഭവിക്കാം മനുഷ്യന്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുമെന്ന് എനിക്കൊരു ഉറപ്പില്ല, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ അഹങ്കാരം, മറ്റേ ജാട എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ, നമ്മൾ സിനിമാക്കാർ സ്ഥിരം പറയുന്നത്, അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളെ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു പുഞ്ചിരിയുണ്ട്, അത്രേ ഉള്ളൂ എന്ന് പറയുന്നൊരു സാധനം. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ കംപ്ലീറ്റ് ചെയ്യാം. ഈ സുഹൃത്ത് എന്നുള്ള രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെ പലപ്പോഴും ഫേസ് ചെയ്യുമ്പം സുഹൃത്താണെന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടുന്നൊരു സപ്പോർട്ടുണ്ട് ഇപ്പോഴും. അത് പ്രതിസന്ധികളെ മുന്നോട്ട് തരണം ചെയ്ത് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അമ്മയും മരിച്ചു, ഒറ്റയ്ക്കായി അല്ലേ? ഒറ്റയ്ക്കുള്ള യാത്ര വലിയ ബുദ്ധിമുട്ടാണ്. ഭയങ്കര സന്തോഷമാണ്, അങ്ങനെ തന്നെ ഞാൻ പറയുന്നത്. നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം ഓരോന്ന് ആലോചിക്കുമ്പോൾ, മുന്നോട്ടുള്ള ജീവിതമാണല്ലോ നമ്മൾ യാത്ര ചെയ്യുന്നത്, അത് ആലോചിക്കുമ്പോൾ ഒറ്റയ്ക്കാണല്ലോ, സുഹൃത്തുക്കളുണ്ട് ഇല്ല എന്ന് പറയില്ല, പക്ഷെ നമുക്ക് രക്തബന്ധമായിട്ടൊരു സഹായത്തിന് ആളുണ്ടാകണമെന്നില്ല. അത് ഓർക്കുമ്പം ഒരു ഭയമുണ്ടോ? ഒരു കാര്യത്തിനും ഭയക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്, ഭയക്കുന്നില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ അഹങ്കാരത്തിൻ്റെ പേരിൽ പറയുന്നില്ല, ഒരു ആത്മവിശ്വാസത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു എന്തോ സംതിങ്, ഒരു ബ്ലെസ്സിങ് നമുക്ക് എപ്പോഴും ഓരോ മനുഷ്യനും, എനിക്കാണെങ്കിലും ഇക്കൊക്കെ ആണെങ്കിലും, ഇപ്പോൾ ക്യാമറ ചെയ്യുന്ന നമ്മുടെ മച്ചാന്മാർക്കാണെങ്കിലും ഒക്കെ നമുക്ക് ചുറ്റിലും എപ്പോഴും ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതൊരു പക്ഷേ നമ്മുടെ കർമ്മത്തിൻ്റെയും കൂടി ഫലമായിരിക്കും. നമ്മൾ ചെയ്യുന്ന ചില കർമ്മങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഒരു ഫലമായിട്ട് ഉറപ്പായിട്ടും ആ ബ്ലെസ്സിങ് നമ്മുടെ കൂടെ അറിയാതെ എവിടെ നിന്നൊക്കെയോ എങ്ങനെയൊക്കെയോ സംഭവിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഭയത്തിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം അങ്ങനെ ഭയപ്പെട്ടൊരു കാര്യമില്ല. കാരണം ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എല്ലാ പരിമിതികളിലും ആണ് ഒരു മനുഷ്യനായിട്ട് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിമിതികളെ നമുക്ക് എങ്ങനെയൊക്കെ കവറപ്പ് ചെയ്യാം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ട് അത് പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഭയത്തെക്കുറിച്ച് ചിന്തിക്കാതെ മുന്നോട്ട് പോവുക എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് രക്തബന്ധത്തിലുള്ള ആൾക്കാർ നമ്മളെ എപ്പോഴും നമ്മുടെ കൂടെ ഇല്ല. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയങ്ങളെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട്, ഇപ്പോൾ എന്നെപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ വരുന്നൊരു കസിൻ ഉണ്ട്, അവൻ അനിയൻ ഫുഡൊക്കെ കൊണ്ടുതരാൻ, അപ്പം വീട്ടിലെ ഹെൽപ്പിന് ചേച്ചി ഇല്ലാത്ത സമയത്ത് അവനാ ഫുഡ് കൊണ്ടുതരാം. ഞങ്ങൾ അപ്പൂസ് എന്നാണ് വിളിക്കുക, അർജുൻ എന്നാണ് എൻ്റെ പേര്. അപ്പം അവൻ അതേപോലെ മാമ പറയും, അവിടെ ഒറ്റയ്ക്കാണ് ഫുഡ് കൊണ്ടേ കൊടുക്കുന്നു പറയും. അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചി, കസിൻ ചേച്ചി വിളിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സ്, എടാ ഫുഡ് വേണം കൊണ്ടുതരാമെന്ന് പറയും, അല്ലെങ്കിൽ അവർ വന്ന് കൊണ്ടുപോകും. അപ്പോഴൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ചുറ്റുമുള്ള ചില നമ്മളറിയാതെ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ അവരോട് കാണിക്കുന്ന ഒരു സ്നേഹമാവാം. പക്ഷെ ഒരേ സമയം ഞാൻ ഭയങ്കര കച്ചറയാണ്. എന്താ പറയുക, ചില കാര്യങ്ങൾ ഞാൻ ഭയങ്കര ഓപ്പണായിട്ട് പറയും, ചില കാര്യങ്ങൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, ദേഷ്യപ്പെടും. ഒരു പരിധിവരെ ഞാൻ ആ പൊട്ടിത്തെറിക്കലുകൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭയങ്കരമായിട്ട് ഷോർട്ടമ്പടായിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. അത് എൻ്റെ അച്ഛൻ്റെ ഒരു സ്വഭാവമായിരുന്നു. അത് ഞാൻ തന്നെ എന്നിൽ ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവമാണത്. അതെനിക്ക് പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. അതായത് പലതും വെട്ടി തുറന്ന് പറയാൻ പറ്റും, ചില കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റും. നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തത് ശരിയല്ല, അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ ചെയ്യണത്, അതായത് ഇപ്പോൾ സുഹൃത്തുക്കളുടെ ഇടയിൽ ഞാൻ പറയാറുണ്ട്, ആ പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക, സോൾവ് ചെയ്യും, അതിങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകണമല്ലോ എന്ന് പറയും. അപ്പം എന്താ പറയുക, ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കച്ചറകളുള്ളൊരു വേട്ടാവളിയനായിട്ട് കൂടി നമുക്ക് ചുറ്റും കുറേ സ്നേഹങ്ങളുണ്ട് എന്ന് പറയുന്നത്
ഒരു വലിയ ആത്മവിശ്വാസമാണ്, ഒരു ബലമാണ്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കിരിക്കുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരവസ്ഥേനെ ഭയങ്കരമായിട്ട് ഞാൻ ആഘോഷിക്കുന്നുണ്ട് ഒരു പരിധി വരെ. പിന്നെ ഒരേ സമയം ഞാൻ ആ വിഷമങ്ങളെ വിഷമിച്ചുകൊണ്ട് തന്നെ അതങ്ങോട്ട് എൻജോയ് ചെയ്യും. വിഷമിച്ചുകൊണ്ടിരിക്കുക രസമല്ലേ. ചില വിഷമങ്ങൾ നമ്മളിങ്ങനെ എന്താ പറയുക, വിഷമിച്ചുകൊണ്ട് തന്നെ അതിങ്ങനെ മുന്നോട്ട് ചില ആൾക്കാരോടൊക്കെ പറയാറുണ്ട് ഇതെങ്ങനെയാണ് ഇതൊന്ന് പുറത്ത് വരാറ്. അപ്പോൾ നമ്മുടെ പ്രശ്നം, എൻ്റെ പ്രശ്നം ചിലപ്പോൾ ഒരാൾക്ക് കേൾക്കുമ്പോൾ ചെറുതായിരിക്കും. ഇപ്പോൾ ഹൈദർക്കൊരു പ്രശ്നം, നിങ്ങളുടെ ഒരു പ്രശ്നം എൻ്റെ അടുത്ത് പറയാൻ വിചാരിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ചെറിയ പ്രശ്നമായിരിക്കും, ചിലപ്പോൾ ചെറിയ വിഷയമല്ലേ ഞാൻ മനസ്സിൽ ചിന്തിക്കണമായിരിക്കും. പക്ഷെ അത് അനുഭവിക്കുന്ന ആൾക്കതൊരു വലിയ പ്രശ്നമായിരിക്കും. അപ്പോൾ നമ്മളൊരു പരിധിയുടെ പ്രതി ഉപദേശിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഈ കുറച്ച് നീണ്ടുപോയി എന്ന് പറഞ്ഞത്, അതായത് ആ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു വിഷമത്തെ അല്ലെങ്കിൽ ആ പ്രശ്നത്തെ നമ്മളിങ്ങനെ ആദ്യം ആ ഒരു വിഷമം അറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ മെൻ്റലി നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. ഒരു 4 ദിവസം ഭയങ്കര പ്രശ്നം ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ ഔട്ടായി പോവും. ഒരു 5ാമത്തെ 6ാമത്തെ ദിവസം ആവുമ്പോൾ നമ്മൾ അതായിട്ട് താതാത്മ്യം പ്രാപിക്കുക എന്ന് പറഞ്ഞൊരവസ്ഥ വരും. എന്തേലും ആ സാധനം നമ്മളതും ഒരുമിച്ച് ആയിപ്പോകുന്നൊരവസ്ഥ. ഒരു 8ാമത്തെ 9ാമത്തെ ദിവസം ആകുമ്പോഴേക്കും നമ്മൾ പതുക്കെ നിന്ന് പുറത്ത് വരും. എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്നുണ്ടോ ഞാൻ പറയണത്. ഞാൻ അങ്ങനെയാണ് ഇതിനെ അക്സെപ്റ്റ് ചെയ്യാറ്. അപ്പം ഇതാണ് ഞാൻ പലരോടും പറയാറും. ഈ ഒരു രീതിയിൽ ഒന്ന് ചിന്തിച്ച് നോക്കും. ചിലപ്പോൾ അത് ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. ഈ 4ാമത്തെ 5ാമത്തെ ദിവസം എന്നുള്ളത് ചിലപ്പം 2 ആഴ്ചയോ 1 മാസമോ എടുക്കേണ്ടി വരും. എങ്കിൽ പോലും എല്ലാവർക്കും ഓരോ തരത്തിൽ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒറ്റയ്ക്കിരിക്കുന്ന ഇത്തരം സമയങ്ങളെ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കും. പിന്നെ ചില എൻ്റെ ഒറ്റയ്ക്കുള്ള വട്ട് ചിന്തകളുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ചിലപ്പോൾ വർത്താനം പറയും. അച്ഛൻ്റെ അമ്മയുടെയും ഫോട്ടോ നോക്കി ചിലപ്പോൾ വർത്താനം പറയും. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല, എനിക്കൊരു ബുദ്ധിമുട്ടില്ല. പിന്നെന്താ? അപ്പം സങ്കടങ്ങളാണോ അച്ഛൻ്റെ അടുത്ത് പറയുന്നത്? ഇല്ല കാര്യമായിട്ട് അമ്മയുടെ അടുത്തോ ഫോട്ടോ നോക്കി കാര്യമായിട്ട് സങ്കടങ്ങളൊന്നും പറയാറില്ല. ഭയങ്കര സന്തോഷമുള്ളൂ. എന്താ പരിപാടികൾ സെറ്റായിട്ടുണ്ട് കേട്ടോ, ഭയങ്കര ഹാപ്പിയാണ്. കുറച്ച് പ്രശ്നമാണ്, ഒന്ന് മനസ്സ് വെക്കണം, അങ്ങനെയൊക്കെ പറയാം. അതേപോലെ എന്താ പറയുക, പുസ്തകം വായിച്ചിരിക്കും ഭയങ്കരമായിട്ട്, കുറേ നേരം പുസ്തകം വായിച്ചിരിക്കും. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. സിനിമകൾ കാണും, സീരീസുകൾ കാണും. പിന്നെ ചെറിയ രീതിയിലൊക്കെ എഴുതാൻ ശ്രമിക്കും. ഇപ്പോൾ കഴിഞ്ഞ 2 മാസത്തോളം ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. സീരിയലിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് കുറച്ച് ദിവസം വേറെ പരിപാടികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഫ്രണ്ട്സിനോടും ഇപ്പോൾ ഈ അനിയനോട് കസിനോടൊക്കെ ഞാൻ വിളിച്ച് പറയും, അവിടെ ഞാൻ കുറച്ച് ദിവസം പുറത്തേക്കെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാവരും വരും. എൻ്റെ വീട്ടിലിരുന്ന് എല്ലാവരും വർത്താനം പറച്ചിലും സൊറ പറച്ചിലും കഥ പറച്ചിലും ഒക്കെ. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നില്ല, ചായ കുടിക്കാനില്ല, നമ്മൾ പോയിക്കോ. അപ്പോൾ എന്നെ വിട്ട് തരും. അവർക്കറിയാം. അപ്പോൾ ഞാൻ ചിലപ്പോൾ വന്ന് ഞാൻ ചിലപ്പോൾ ചൂടാവും, ഞാൻ പറഞ്ഞല്ലേ ഞാൻ വരില്ല, പിന്നെ എന്തിനാ വന്നു ചോദിക്കും. അങ്ങനെ ഓപ്പണായിട്ട് തന്നെ ഞാൻ പറയും. എന്നിട്ട് ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കും. അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ഒരു 5-6 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലും ഒരുത്ത മെസ്സേജ് അയക്കും, ഈ ഓക്കെ ആയോ, പുറത്തേക്ക് ഇറങ്ങാനായോ? ഓക്കെ ആയോ ചോദിക്കുന്നത് വേറെ പ്രശ്നമൊന്നുമല്ല, ഞാൻ പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു മൂടായോ എന്ന് ചോദിക്കുക. അപ്പോൾ ഞാൻ പറയും വന്നോന്ന് പറയും. അപ്പോൾ അതാണ് എൻ്റെ രീതികളും നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ഡീറ്റെയിൽ ഉത്തരവ്. എനിക്ക് തോന്നുന്നു നമ്മൾ സ്റ്റേഡിയത്തിൽ വെച്ചാൽ എപ്പോഴും കാണും, സ്റ്റേഡിയത്തിൽ വെച്ച് എപ്പോഴും കാണും. അതെ. കുറച്ച് ദിവസം സ്റ്റേഡിയത്തിൽ കണ്ടില്ല. അപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂ പ്ലാൻ ചെയ്തു. ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര വേദന ഉണ്ടായ കേട്ടോ. എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞു, പൈസ ഇല്ല വരാൻ, എറണാകുളത്തേക്ക് വരാൻ പൈസ ഇല്ല, അതുകൊണ്ട് വീട്ടിൽ തന്നെ. എനിക്ക് ഭയങ്കരമായിട്ട് വേദനിച്ചു. അപ്പോൾ എന്തുമാത്രം ബുദ്ധിമുട്ടി എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. സിനിമകളില്ല, ഒന്നുമില്ലാതെ വീട്ടിൽ നിന്ന് തിരിച്ച് അവിടെ പോയി പെട്ടുപോയി. തിരിച്ചു വരാൻ വണ്ടിക്കൂലി ഇല്ല എന്ന് പറയുമ്പം ആ ഒരു മാനസികാവസ്ഥ നമുക്ക് കേട്ട് കഴിഞ്ഞപ്പോഴേ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്താട്ടോ. താങ്കളെപ്പോലെ ഒരു കലാകാരൻ ഞാനത് അങ്ങനെ ഓപ്പണായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. കൊച്ചിയിലേക്ക് തിരിച്ചു വരാൻ, നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാൻ വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയ അവസ്ഥ. അതാണ് നേരത്തെ പറഞ്ഞത്. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഭയങ്കര ഓവർ കോംപ്ലക്സുകൾ വെച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് അവരറിഞ്ഞാൽ എന്തായിരിക്കും, അല്ലെങ്കിൽ ഓവർ ജാടകളിൽ ജീവിക്കുക എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ. അതിപ്പോൾ സിനിമാക്കാരനാവട്ടെ, അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ ആവട്ടെ, അല്ലെങ്കിൽ ഒരു മീഡിയ പേഴ്സൺ ആവട്ടെ, ഒരു പരിധിയിലപ്പുറത്തേക്ക് ഓവർ ജാടകളിൽ ജീവിക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ചില സമയത്തൊക്കെ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഒരു പ്രൊഫഷണൽ മീറ്റിങ്ങിന് പോകുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു ലുക്ക്, ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങൾ സ്റ്റേഡിയത്തിൽ നിങ്ങൾ എന്നെ കാണുന്ന ഒരു ലുക്കിലല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതൊക്കെ പക്ഷെ അത് എന്താ വെച്ചാൽ നമ്മൾ സമൂഹത്തോട് നമ്മൾ കാണിക്കേണ്ട ഒരു മര്യാദ കൂടിയാണല്ലോ. നല്ല രീതിയിലൊരു ഡ്രസ് കോഡോ അല്ലെങ്കിൽ നല്ല രീതിയിലൊരു സെറ്റപ്പ് എന്നൊക്കെ പറയില്ലേ, പോയി ഇറങ്ങുക എന്ന് പറയും. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ ഓവർ കാശിൻ്റെ ഇത് കാണിക്കുക, അല്ലെങ്കിൽ കാശില്ല എന്ന്, അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയാൻ ഓവർ ബുദ്ധിമുട്ട് കാണിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ ഓപ്പണായിട്ട്, നേരത്തെ ഞാൻ പറഞ്ഞു, ചില കാര്യങ്ങൾ തുറന്ന് പറയാനുള്ള
ഓപ്പണായിട്ട് പറയാനുള്ളൊരു പ്രശ്നമുണ്ട് പലർക്കും. അതുകൊണ്ടൊക്കെയാണ് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഇപ്പം എന്ന് വെച്ചിട്ട് നമ്മൾ ഫുൾ ടൈം സെൻറ്റിമെൻറ്റ്സ് പറയാം. ഇപ്പം ഞാൻ ഐദർക്കാനോട് കൂടുതൽ സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരിക്കില്ല. ഞാൻ ഭയങ്കര പൈസ ഇല്ല, അത് കുടുങ്ങിയിരിക്കണം, പിടുത്തം വിട്ടിരിക്കണം, ഇത് പറഞ്ഞിട്ട് ഒരു 4 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല എന്തായാലും. അതാ പറഞ്ഞത്, അത് പറയുന്ന രീതി, ഒരു പറയുന്ന രീതിയുണ്ട്. ഞാൻ കാണുന്നില്ല, സ്റ്റേഡിയത്തിൽ കാണുന്നില്ല. അപ്പൊ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞപ്പോൾ വരാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് വരാത്തത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു. അതെ അതെ അതെ. ആ ഒരു എന്നോട് ആ പറയുമ്പോൾ ഉണ്ടാവുന്ന മനസ്സിലെ വേദന എന്തായിരുന്നു അല്ലേ? അത് സ്വാഭാവികമായിട്ട് ആ വേദന ഉണ്ടാവും. കാരണം നമ്മൾ പെട്ടെന്ന് സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അപ്പം നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ആക്ടറാണോ ചോദിച്ചാൽ ആണ്. അതിൻ്റെ ഒരു ബാക്ക് വശത്തിലേക്കാണ് ഞാൻ വരുന്നത്. അവിടുത്തെ ഒരു വിഷയം, നമ്മുടെ കയ്യിൽ ഒരു പക്ഷെ കാശില്ല എന്നുള്ള വിഷമത്തിന് അപ്പുറത്തേക്ക് അപ്പുറം ചില സ്പേസുകൾ, നമുക്കിപ്പോൾ ചില ക്യാരക്ടറുകൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ചില ആളുകൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു കാലത്ത് നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത ആൾക്കാരായിരിക്കാം മേ ബി. അത് ഞാൻ പറഞ്ഞില്ല, അവകാശവാദം ഉന്നയിക്കുന്നില്ല. എങ്കിൽ പോലും നമുക്ക് ഏറ്റവും അങ്ങനത്തെ ചില പ്രൊജക്റ്റുകളൊക്കെ വരുമ്പോൾ പോലും ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമാവുന്നില്ല. അതിന് പറയാൻ ഒരുപാട് റീസൺസ് സ്വാഭാവികമായിട്ട് അവരുടെ ഭാഗത്ത് ഉണ്ടായിരിക്കാം, ന്യായങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഒരു പരിധിയിലപ്പുറത്തേക്ക് ആ സ്പേസ് കണ്ടെത്താൻ അവർക്ക് പറ്റുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലോ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലൊക്കെ പലപ്പോഴും ഒരു ആദ്യത്തെ സിനിമ ചെയ്യുന്ന ഡയറക്ടർക്ക് ഉണ്ടാകുന്ന ലിമിറ്റേഷൻസ് നന്നായിട്ട് എനിക്കറിയാം. പലപ്പോഴും കാസ്റ്റിങ്ങിൽ പുറത്തുനിന്നുള്ള ഇടപെടലുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക അയാളുടെ പല എന്താ പറയുക ആവശ്യങ്ങളോ ഡിമാൻഡ്സോ ഒന്നും അംഗീകരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ അതൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ഞാനടക്കമുള്ള ചില ആക്ടേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു സീനിലെങ്കിലും ഒരു ക്യാരക്ടർ കൊടുക്കാൻ പറ്റാത്ത പരിമിതികളൊന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മനസ്സിലായില്ല? അതെനിക്കറിയില്ല. ചിലപ്പോൾ ഇവർ പൂർണ്ണമായിട്ടും ഇതിനെ എതിർക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ സിനിമകളിലും എല്ലാ സ്ക്രിപ്റ്റുകളിലും എല്ലാ കഥകളിലും അങ്ങനെ സംഭവിക്കണമെന്നില്ല. പക്ഷെ അത് നമ്മളെ ഉള്ളിൽ കിടക്കുന്ന ഒരു മാനസിക, ഞാനടക്കമുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ അല്ലെങ്കിൽ ഒരുപാട് അവസരം തേടുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ആക്റ്റീവായി നിൽക്കുന്ന പലരുടെയും ഉള്ളിലുള്ള ഒരു വിഷമമാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും അറിയാം. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. കാരണം നമ്മുടെ പല സുഹൃത്തുക്കളുടെയും ടോക്കിനിടയ്ക്ക് വരുന്നൊരു കാര്യം അതൊരു ചെറിയൊരു വിഷമാണ്. ഒരു പക്ഷേ ആ ഒറ്റ സീനിൽ അഭിനയിച്ച ഒരൊറ്റ ദിവസത്തെ ഒരു ഷൂട്ടിൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നൊരു മാറ്റം ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അത് ഫിനാൻഷ്യലി ആണെങ്കിലും പ്രൊഫഷണലി ആണെങ്കിലും ഒരു അടുത്തൊരു കോണ്ടാക്ട് ലെവലിലേക്കാണെങ്കിലും ഒക്കെ അത് ചെറിയ കാര്യമല്ല. അപ്പം അങ്ങനത്തെ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പം അതൊരു വിഷമം തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഈ വിഷമങ്ങൾ ഇപ്പോഴും എന്താ പറയുക തലയിൽ ഏറ്റി നടക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ കൊച്ചിയിലേക്ക് വന്നത് ഞാൻ ഇവരാരെയും കണ്ടിട്ടല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതെൻ്റെ ഒരു ആത്മവിശ്വാസമാണ്. ഇവരാരില്ലെങ്കിലും എനിക്ക് സിനിമ ചെയ്തേ പറ്റൂ, വേറെ പണിയൊന്നുമില്ല, പണിക്ക് പോകില്ല, വേറൊരു പരിപാടി അറിയില്ല. അപ്പം എന്തായാലും ഞാൻ തമാശക്ക് പറയും, വേറൊരു പണിക്കും പോകണ പരിപാടിയില്ല, എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ചോദിക്കുന്ന ആൾക്കാരുടെ പണിക്കൊന്നും പോകില്ല എന്ന് പറയും. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ജോലി എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. അതുകൊണ്ട് അത് ചെയ്തേ പറ്റൂ, അത് ചെയ്യും എന്നുള്ളതാണ് അതിലേറ്റവും വലിയ സത്യം. ഈ പറഞ്ഞതുപോലെ അന്ന് എന്നോട് പറഞ്ഞ കൊച്ചിക്ക് വരാൻ പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് പിന്നീട് പൈസ ആകണമല്ലോ വരാൻ, ആരോടെങ്കിലും ചോദിച്ചോ, എന്തെങ്കിലും വർക്ക് ചെയ്തു? അപ്പോഴേക്കും കറക്റ്റ് വർക്ക് കയറിയൊന്നും വന്നു. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തരണമെങ്കിൽ ഒരു ക്യാരക്ടർ തരാൻ കഴിയും അവർക്ക്. എല്ലാവരും പറയുന്ന ഒരു സാധനം തന്നെയാണ് പറഞ്ഞത്, വിജയ് പറഞ്ഞു അത് തന്നെയാണ്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കും, നമ്മൾ എടുത്തിട്ടുണ്ട്, ചിലപ്പോൾ ആ സിനിമയിൽ നമ്മൾ ഉണ്ട് എന്ന് പറഞ്ഞ് ചിലപ്പോൾ മാറ്റപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനത്തെ അവസരം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോഴുള്ള വേദന വേറെ, അത് നേരത്തെ പറഞ്ഞതിന് അപ്പുറത്തേക്കുള്ള വേദനയാണ്. നമ്മളെല്ലാം ഒക്കെയാണ്, പിന്നെ അത് വേണ്ടാന്ന് വെക്കുന്നു. അങ്ങനത്തെ അവസരം ഉണ്ടായിട്ടുണ്ട്. അതുണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഏറ്റവും അടുത്ത 1-2 സുഹൃത്തുക്കളുടെ പ്രൊജക്റ്റ് അതിപ്പോൾ നമ്മളോടുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമോ ബുദ്ധിമുട്ടോ ഒന്നുമല്ല. ഇതേപോലെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അവർക്കിടയിലുള്ള ചില ഇഷ്യൂസ് അങ്ങനെയുള്ളൊക്കെ കാരണങ്ങൾ കൊണ്ട് ആ 1-2 പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല ചില ആൾക്കാരുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവരിത് ഓപ്പണായിട്ട് പറയില്ല. ഞാൻ തന്നെ ചോദിക്കും, ഇത് എന്താണ് ഇപ്പോൾ ഡേറ്റ് ഇന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് ഓപ്പണായിട്ട് പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഇന്ന സമയം ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞോളൂ, എന്താണ് കാരണം എന്ന് പറയും. ഇവരിത് പറയില്ല.
ഇവരിത് പറയാ, നമ്മളിത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം മേ ബി. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പരിപാടി വന്നാൽ അതൊട്ട് പിടിക്കാനും പറ്റില്ല, ഇത് ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കും. ഇപ്പം ഞാൻ അങ്ങനത്തെ സാഹചര്യത്തിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ അത് എന്താ വെച്ചാൽ അവർക്കത് പറഞ്ഞാൽ മതി. എന്താ പ്രശ്നം വെച്ചാൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഓപ്പണായിട്ട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ. ഇതൊന്നും ഇത്ര വലിയ ഭൂകമ്പം ഉണ്ടാവേണ്ട വിഷയങ്ങളൊന്നുമല്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടത് ഓപ്പണായിട്ട് പറയാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ഇവരോടൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. ഏതൊരു സിനിമാക്കാരോടും ദയവ് ചെയ്തിട്ട് അത് ഓപ്പണായിട്ട് പറയൂ എന്നുള്ളതാണ്. ബിഷപ്പിന്റെ വിളി ശരിക്കും അറിഞ്ഞിട്ടുണ്ടാവും ഒരു പരിധി വരെ അല്ലേ? ഒരു പരിധി വരെ അറിഞ്ഞിട്ടുണ്ടാവും. അതെങ്ങനെയാ തരണം ചെയ്യുക? അത് ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു എന്താ പറയുക, പുഞ്ചിരിയിലൂടെ തന്നെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അമ്മയും ഞാനും അമ്മയുള്ള സമയത്താണ്. അതായത് അങ്ങനെ സിനിമയിലേക്ക് നമ്മൾ ആക്റ്റീവായിട്ട് എത്തിയിട്ടില്ല, കൊച്ചിയിലേക്ക് വന്നിട്ടില്ല. അച്ഛൻ മരിച്ചൊരു 2-3 വർഷം കഴിഞ്ഞ ഉടനെയാണ്. അപ്പം ഒരു 10-20 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. ഓൾറെഡി നമ്മുടെ പരിമിതികൾ നമുക്കൊപ്പം തന്നെ ഉണ്ട്. എന്താ പറയുക, ഫിനാൻഷ്യലി ഉള്ള ഒരു ചെറിയൊരു ലോസ് പറ്റിയൊരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഒരു കബളിപ്പിക്കപ്പെടൽ നടന്നു. ആ സമയത്ത് ഒരു 10-20 വർഷം മുന്നത്തെ കാര്യം പറയാണ്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് കുറച്ച് പ്രതിസന്ധിയായിരുന്നു. കാരണം നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ നിന്നും ചിലപ്പോൾ നമുക്ക് ചില എതിർപ്പുകൾ വരും, സ്വാഭാവികമായിട്ടാണ് അന്നത്തെ കാലത്തുള്ള. അന്ന് എതിർത്തിരുന്ന എല്ലാ ആളുകളും, ഒരു പരിധിവരെ എല്ലാ ആളുകളും എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സാണ്. അത് വേറെ കാര്യം, അത് കാലത്തിൻ്റെ ഒരു മറുപടിയാണല്ലോ. അതാണ് നേരത്തെ പറഞ്ഞത്, എന്തോ ഒരു ശക്തി നമുക്ക് ചുറ്റിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ആ സമയത്ത് ഭയങ്കരമായിട്ട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. എന്താ പറയുക, ഞാനിപ്പം നമ്മളിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇപ്പം ചില വലിയ പാർട്ടികളിലൊക്കെ പോയിരുന്നു ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഫ്രണ്ട്സിനോട് പറയാറുണ്ട്, എന്താ പറയുക, EMIക്ക് അടുത്ത മാസത്തിന് പേയ്മെൻറ്റിന് പ്രശ്നമുണ്ടെന്നൊക്കെ നമ്മളേതെങ്കിലും 1-2 ഫ്രണ്ട്സ് പറയുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറയും, EMI അല്ലേ, അതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. നാളെ ചോറ് വെക്കാൻ അരിയില്ല എന്ന് അമ്മ പറഞ്ഞിട്ടുള്ള സാഹചര്യമുണ്ട്, ഓർമ്മകളുണ്ട്. എടാ, നാളെ ചോറ് വയ്ക്കാൻ അരിയില്ല, എന്താ ഇപ്പം ചെയ്യുക? പരിപാടി മൊത്തത്തിൽ പാളി. അതായത് അന്ന് നമ്മുടെ അതിനുള്ള ക്യാഷ് പോലും ഇല്ലാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ അതിൻ്റെ എന്താ പറയുക, വേറൊരു സാഹചര്യത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഇപ്പം ഏതെങ്കിലും നല്ല സിനിമാ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടൊക്കെ നമ്മൾ ഏതെങ്കിലും വലിയ ഹോട്ടലിലോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിലൊക്കെ ഫുഡ് കഴിക്കുമ്പോഴൊക്കെയാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ഓർക്കുക. അപ്പോഴും നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റ് മനസ്സിലേക്ക് വരും. ഈ പറഞ്ഞ വിഷമങ്ങൾ നമ്മൾ അനുഭവിച്ചത് കൊണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇതേ പ്രകൃതി തന്നെ നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പം ഇത്രേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതം. പിന്നെ അഹങ്കാരം എന്ന് പറഞ്ഞ സാധനം ഒരു പെർസെൻറ്റേജ് പോലും വരുത്തണ്ടല്ലോ. ഇങ്ങനെ നാളെ അവിടേക്ക് വേണമെങ്കിൽ തിരിച്ചു പോയേക്കാം, ഉറപ്പായിട്ടും. അത് എന്താണ് പറയില്ല, ഇപ്പം ദൈവം എന്ന് പറയാം, അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ചുറ്റിലുള്ള എന്തോ എനർജി എന്ന് പറയാം, എന്താണെങ്കിലും അയാൾ അല്ലെങ്കിൽ അവർ തീരുമാനിച്ചിട്ടുള്ളതെന്ന് അറിയില്ല. അപ്പം ആ ഒരു സങ്കടമുണ്ടല്ലോ, ആ ഒരു അപ്പം അനുഭവിച്ച ആ വിഷമങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ എനർജിയാണ്. ലിക്കനോട് എനിക്കിങ്ങനെ ഭയങ്കര ബോൾഡായിട്ട് നിന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അന്ന് നമ്മൾ അനുഭവിച്ച ആ വിഷമങ്ങളും വിശപ്പും അവഗണനകളും വേദനകളും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ എനർജി എന്ന് പറയുന്നത്. ആ ഒരു എനർജി എൻ്റെ അവസാനം വരെ ഉണ്ടാവണം. ആ ഒരു എനർജി എനിക്ക് പറ്റാവുന്നതിൻ്റെ പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. നമുക്ക് അമ്മയ്ക്ക് വേണ്ടതല്ല, അമ്മ ആഗ്രഹിച്ചതിൽ ഒരു പരിധിയെങ്കിലും നമുക്ക് കൊടുക്കാൻ കഴിയുന്നൊരു സംതൃപ്തി ഉണ്ടോ? ഉറപ്പായിട്ടും ആ സംതൃപ്തിയിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്കറിയില്ല അതെന്തൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് അറിയില്ല. പക്ഷേ ഒരു മകൻ എന്നുള്ള രീതിയിൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ബാക്കി ഉണ്ടാവും, ഉറപ്പാണ്. പലപ്പോഴും അമ്മ പോയതിനു ശേഷം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ആ കാര്യം ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഈ കാര്യം. അമ്മയായിട്ട് കുറേ ട്രാവൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കുറേ അമ്പലങ്ങൾ, ഗുരുവായൂരും കാടാമ്പുഴ മൂകാംബികയിലൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ മൂകാംബികയിലും ഞാൻ ഇപ്പോൾ ഒരു 2-3 വർഷം മുന്നേ അമ്മ പോയതിന് ശേഷം ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് പോയിട്ട് ഞാൻ ഇട്ടൊരു പോസ്റ്റിലും ഞാൻ എഴുതിയതെന്ന് അതായിരുന്നു, അമ്മയുടെ ആ ഒരു. അപ്പം ഞാൻ വിചാരിക്കണത് ഈ പറഞ്ഞ അമ്മയുടെ ഒരു ആഗ്രഹമോ സംതൃപ്തിയോ സന്തോഷമോ സംതിങ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഞാനൊരു ട്രാവൽ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ
ഇപ്പം നമ്മുടെ ചില ഫ്രണ്ട്സിനോടോ ഒക്കെ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, എടാ ഒരു കുറച്ച് സമയം ഒരു കൊണ്ട് ചിലവഴിക്ക്, ഒരു കൊണ്ട് ചെയ്യാൻ നോക്ക്. കാരണം പലതും എനിക്ക് മിസ്സായിട്ടുണ്ട്, എനിക്കതറിയാം. നമുക്കത് അതിൻ്റെ ഒരു ഡെപ്ത് അറിയാമല്ലോ. പക്ഷെ ആ സംതൃപ്തി ഉറപ്പായിട്ടും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ആ സംതൃപ്തിയിലൂടെ ആണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പരിധി വരെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട്സും അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ എന്നെ പരിചയപ്പെട്ട പല ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് ഈ 5-6 വർഷത്തിനിടയ്ക്ക് 7 വർഷമാകാൻ പോവുക. അപ്പം ഈ ഓണം സമയമാകുമ്പോൾ അമ്മ പോയിട്ട് 7 വർഷമായി. അപ്പം ഇവരൊക്കെ പറയുന്നൊരു കാര്യം അതാണ്, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും, ഞങ്ങൾ ഇത്രയും സൈസ് ഉണ്ട് അല്ലെങ്കിൽ പൊക്കുണ്ട്, എല്ലാം തികഞ്ഞ രീതിയിലുള്ള ആൾക്കാരാണ്, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത പലരും പല കാര്യങ്ങളും ഈ ചെയ്തിട്ടുണ്ട്, അതിലെന്നെ സമ്മതിച്ചിട്ടുണ്ടെന്ന് ഇവർ പലരും പറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ സംതൃപ്തിയായിട്ടും ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അച്ഛനും അമ്മയും സാധാരണ ആളുകൾ തന്നെയായിരുന്നു പൊക്കത്തിലൊക്കെ. നമ്മൾ മാത്രമല്ല ഇങ്ങനെയുള്ളൂ. പക്ഷെ ഈ പൊക്കമില്ലായ്മ ഇപ്പം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് സിനിമയെ ബാധിച്ചിട്ടുണ്ടോ? ഉണ്ടായിരിക്കാം. ഒരു ചില കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പോഴും ആ രീതിയിൽ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി ഞാനൊരു സിനിമാക്കാരനോട് സംസാരിച്ചപ്പം ഇതിലൊരു പരിപാടി ഇല്ല, വിക്കയ്ക്ക് പറ്റിയൊരു ക്യാരക്ടർ ഇല്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ അടുത്ത ചോദ്യം ചോദിക്കണം മുന്നേ പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു, ഒരിക്കലും വിചാരിക്കരുത് വിക്കയുടെ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് പറ്റിയൊരു ക്യാരക്ടർ, നിങ്ങളുടെ ഏജ് അതിന് പറ്റിയൊരു ക്യാരക്ടറാണോ അതിലില്ലാത്തത്, അത് ന്യായം, അത് ഞാൻ പൂർണ്ണമായിട്ടും അംഗീകരിക്കും. ഓക്കെ, അതെല്ലാ ആക്ടേഴ്സിനോടും നോർമലി പറയുന്നതാണ്. നമുക്ക് അടുത്തൊരു പരിപാടി പിടിക്കാം, കുറച്ച് നിങ്ങൾ സത്യം പറഞ്ഞാൽ വൈകിപ്പോയി. കഴിഞ്ഞ ദിവസം സൈജോടൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ആൾക്കാരാണ്, നമ്മൾ അധികം സംസാരിക്കാറുള്ളത് മാത്രം. അപ്പോൾ ഞാനും പറഞ്ഞു, സൈജു ശ്രീധരൻ എന്ന് പറഞ്ഞ പേരറിയാമെന്നല്ല, അല്ലാണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, അടുത്തൊരു പരിപാടിയിൽ ഉറപ്പായിട്ടും ഞാൻ നിനക്കൊരു സ്പേസ് തരും. നമുക്കിടയിൽ ടോക്ക് ലേറ്റ് ആയതുകൊണ്ടാണ് ഒരു പക്ഷേ നീ ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗം ആവാത്തതെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പോഴും സോക്കോൾഡ് ചില ചിന്തകളുള്ള ആൾക്കാരുണ്ട്. അതായത് നമ്മുടെ അപ്പിയറൻസ്, ഈ ഇന്ന ടൈപ്പ് പരിപാടികൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്ന ചില ആളുകൾ, അത് ഏത് കാലത്താണ് ഇത് മാറുക എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഇക്ക പറഞ്ഞ പോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് വർത്താനം പറയുമ്പോൾ നിങ്ങൾ എൻ്റെ അപ്പിയറൻസും ആയിട്ട് കണക്ട് ചെയ്താണ് നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിച്ചുള്ളത് എനിക്ക് ഇതുവരെയും തോന്നിയില്ല. എൻ്റെ സുഹൃത്തുക്കൾ, എനിക്ക് ചുറ്റിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ എന്താ പറയുക, എന്നെ കാണുന്ന പരിചയപ്പെടുന്നവരൊക്കെ നമ്മളെ അവരിൽ കൂട്ടത്തിൽ ഒരാളായിട്ടുള്ള, അതായത് നീയടാ, ചിലപ്പോൾ നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ ഒരു ഫോട്ടോ ഒരുമിച്ച് എടുക്കണമെങ്കിൽ ഞങ്ങളൊന്ന് മുട്ടുകുത്തിയിരിക്കേണ്ടി വരും. ഇത്ര ഒരു വിഷയമായിട്ട് നമുക്ക് തോന്നാറുള്ളൂ. ഒരേ സമയം നമ്മൾ അങ്ങോട്ടും കളിയാക്കാറുണ്ട്. ഇപ്പം രോഹിത് എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടുണ്ട്, രോഹിത് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, വിക്ക് നമ്മൾ ഫുഡൊക്കെ ഒരുമിച്ച് കഴിക്കുകയാണെങ്കിൽ വിക്ക് അത് എടുക്കുക, അത് കഴിക്കുക, ഇത് കഴിക്കുന്ന പറയുമ്പോൾ രോഹിത് പറയുന്നൊരു സാധനമുണ്ട്. രോഹിത് പറയും, വിക്ക് കൂടുതൽ കൊടുക്കരുത്, വിക്ക് വളർന്നു പോകും, പിന്നെ പാറവണയിൽ വല്ല പണിക്ക് കൊണ്ടുവരും, ഇങ്ങനെ പറയും. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ്, അതേസമയം ഞാൻ അങ്ങോട്ടും തിരിച്ചും കളയും. പക്ഷെ അത് നമുക്കിടയിലുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. അതേസമയം അവർ നമുക്കൊരു ബുദ്ധിമുട്ട് വന്ന് നമ്മളെ ഓടി, ഞാൻ വണ്ടി കയറുമ്പോൾ പെട്ടെന്ന് പിടിച്ചെന്നെ കയറ്റുന്നത് ഈ പുള്ളിനെ ആയിരിക്കും, മനസ്സിലായില്ലേ? അവിടെ നമ്മുടെ അപ്പിയറൻസ് ഒന്നുമല്ല. പക്ഷെ ഈ അപ്പിയറൻസ് മാത്രം ബന്ധപ്പെടുത്തിയുള്ള ക്യാരക്ടറുകൾ ചെയ്യുന്ന ഒരു ആക്ടറാണ് വിജയകൃഷ്ണൻ, അല്ലെങ്കിൽ വിജയകൃഷ്ണനെ പോലത്തെ ആൾക്കാർ ഇന്ന് അത് മാത്രമേ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്ന കുറച്ചധികം സിനിമാക്കാരുണ്ട്. അവരോടുള്ള റിക്വസ്റ്റാണ്, ദയവ് ചെയ്തിട്ട് അതിനൊന്ന് നിങ്ങൾക്കൊന്ന് മാറി ചിന്തിക്കണം. കാരണം നമ്മൾ ലൈഫിൽ നോർമലായിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത്. അപ്പോൾ ഒരു സുഹൃത്ത് എന്നുള്ള ക്യാരക്ടർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബ്രദർ എന്നുള്ളൊരു ക്യാരക്ടർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു അച്ഛനായിട്ടുള്ള ക്യാരക്ടർ ചെയ്യാം, ഒരു എന്താ പറയുക എപ്പോഴും കൂടെയുള്ള നടക്കുന്ന അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ്, അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ഒരുപാടില്ലേ. നല്ല സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞ ഉത്തരം ശരിയല്ലേ? അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാവുന്നുള്ളൂ എല്ലാവരും. അതെ അതെ അതെ, നമ്മൾ ഇത് തന്നെയാണ് നമ്മുടെ ജീവിതം. അതെ തീർച്ചയായിട്ടും. നമ്മളെ സംബന്ധിച്ച വേറെ ജോലിക്ക് പോലും പറ്റില്ല. അതുകൊണ്ടാണ് ഇത്തരം ഒരു ആഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നത്. അല്ലാതെ നിങ്ങൾ നമ്മളെ മാറ്റി നിർത്തി എന്ന് ചിന്തിച്ചുമല്ല, എനിക്കിതേ കഴിയുന്നുള്ളൂ, അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ ആ ലിമിറ്റേഷൻസിന് അപ്പുറത്ത് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്കൊന്ന് നമ്മൾ പ്രവർത്തിച്ച് തെളിയിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്, എനിക്ക് ചുറ്റും കുറെ ആൾക്കാരുണ്ട്, ഇപ്പോഴും അത് ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ ഇപ്പോഴും മടി കാണിക്കുന്ന
എന്നെപ്പോലത്തെ കുറേ മനുഷ്യന്മാരെ ഒരു പരിധി വരെ എനിക്കറിയാം. നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിലും ഒക്കെ ഉണ്ട്. അവർക്ക് ആളുകളെ സോഷ്യലൈസ് ചെയ്യാനും അല്ലെങ്കിൽ ആളുകളെ ഫേസ് ചെയ്യാനും വർത്തമാനം പറയാനും ഒക്കെ ഒരുതരം ഒരു ഒരു വിഷയം, ഒരു പ്രശ്നം, ഒരു ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മൾ എപ്പോഴും ആൾക്കാർക്ക് നടുവിൽ നിൽക്കുന്ന ഒരാളാണ് ഞാനൊക്കെ. ഇപ്പം നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ ഒരു ഏരിയയിൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. VK മുക്ക് എന്നാണ് അതിന് പേരിട്ടുള്ളത്. നമ്മുടെ സുഹൃത്തരെ ഷാഫിക്കമ്മാട് ഷാഫിക്ക ഇട്ട പേരതാണ്. അപ്പം ഞാനവിടെ ഇല്ലെങ്കിൽ ഇവിടെ ഒരു മനുഷ്യനും വരില്ല, ഒരു പട്ടിക്കുഞ്ഞു പോലും ഇവിടെ ഉണ്ടാവില്ല ഷാഫിക്ക പറയും. അങ്ങനെ പലരും പറയും. ഞാനുള്ളപ്പോഴാണ് ഷാഫിക്കമ്മാട് പ്രൊഡക്ഷൻ കൺട്രോൾ ഷാഫിക്ക. അപ്പം ഷാഫിക്ക പറയുന്നൊരു കാര്യമാണ്, എടാ ഈ ഉണ്ടെങ്കിൽ എല്ലാവരും ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പം എനിക്ക് അപ്പം കിട്ടുന്നൊരു സന്തോഷമുണ്ട്, ഒരു സംതൃപ്തി ഉണ്ട്. നമ്മളൊരു സെൻട്രൽ പോയിന്റായിട്ട് നമുക്ക് ചുറ്റിലും കുറേ ആൾക്കാരുണ്ട് എന്ന് പറയുമ്പോൾ, അപ്പം ഈ നേരത്തെ പറഞ്ഞ സാധനമാണ്. അതായത് കുറേ ആൾക്കാർക്ക് ചുറ്റിലും നിൽക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മളോടുള്ള എന്തോ സംതിങ് ഒരു ഇഷ്ടമോ ഒരു എന്താ പറയുക, നമ്മളോടുള്ള ഒരു എന്തോ സംതിങ് ഉണ്ട്. അപ്പം അത് എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് റിസർവ്ഡ് ആയിട്ടിരിക്കുന്നത്, അവർക്കൊക്കെ പറ്റണം എന്നാണ് വിചാരിക്കുന്നത്. അതെ അതെ. ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ നമ്മളുള്ളൊരു രീതി അല്ലേ, ലൊക്കേഷൻ പോകുമ്പോൾ നമുക്ക് ഒരു ചെയർ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിനുള്ള ഒരു വ്യത്യാസം അല്ലെങ്കിൽ നമ്മുടെ ഹോട്ടലിലേക്കുള്ള വ്യത്യാസം അങ്ങനെയൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്? ഇല്ല. അതൊക്കെ എന്താ പറയുക, വലിയ രീതിയിൽ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെയാണ് അത് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തായാലും ഒരു കാറ്റഗറൈസ്ഡ് രീതിയിൽ, പക്ഷെ നമുക്ക് അങ്ങനെ ഒരു മാറ്റി നിർത്തപ്പെടലോ ചില കാലത്തൊക്കെ ചിലപ്പോൾ അതുണ്ടായിരിക്കും. പക്ഷെ ഞാൻ അതിനൊന്നും അത്ര വലിയ കാര്യമായിട്ട് കാണുന്നില്ല. അങ്ങനെയുള്ള സോക്കോൾ ചിന്തക്കാർ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടെ എൻ്റെ ഒരു കൂട്ടുകാരൻ അവനുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞത് അത് സ്വാഭാവികമാണ്, സിനിമാക്കാർക്കിടയിൽ സ്വാഭാവികം എന്ന് പറയുന്നത് അത് കണ്ടിന്യൂ ചെയ്യണം എന്നല്ല പറഞ്ഞത്. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അത് ഇവരൊന്നും വലിയ രീതിയിൽ മാറാൻ പോകുന്നില്ല. അവരങ്ങനെ തന്നെ ചെയ്തോണ്ട് അത് അവരത്ത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ അവർക്ക് മുകളിലാണ് എന്ന് നമ്മളൊരു ചിന്ത ഉണ്ടായാൽ മതി. നമ്മുടെ സ്ഥാനം കൊണ്ടല്ല, നമ്മുടെ ചിന്ത കൊണ്ടും നമ്മുടെ എന്താ പറയുക രീതികൾ കൊണ്ടും നമ്മുടെ ചിന്തകൾ കൊണ്ട് നമ്മൾ അവരുടെ മുകളിൽ നമ്മൾ നിൽക്കുക, അത്രേ ഉള്ളൂ കാര്യം. ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതെ അത് ആ രീതിക്ക് നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ. ഉറപ്പായിട്ടും. ഈ മമ്മൂട്ടി, മോഹൻലാൽ അല്ലേ, ഇവരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ? ഉണ്ടല്ലോ. അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന എനർജി എന്താണ്? വലിയ രീതിയിലുള്ളൊരു സംസാരത്തിനുള്ള ഒരവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഈ ഒന്നാമത്തെ കാര്യം, നമ്മളൊക്കെ ഞാനൊക്കെ ജനിക്കുന്നതിന് മുൻപേ പരിപാടി തുടങ്ങിയ ആൾക്കാരാണ്. പിന്നെ ഈ താരങ്ങൾ എന്ന് പറയുന്ന അപ്പുറത്തേക്ക് നമുക്കിങ്ങനെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ കണ്ടു പഠിക്കുന്ന നമ്മുടെ ഗുരുനാഥന്മാരാണ്. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ സിനിമയുടെ മൊത്തത്തിലുള്ള അടയാളങ്ങളാണ്, ലോകത്തിൽ കാണിക്കാനുള്ള 2 വലിയ അടയാളങ്ങളാണ്. അപ്പം ഇവർ രണ്ടുപേരുടെയും കൂടെ സിനിമ ചെയ്യാനും ഒരു ഷോട്ടിലെങ്കിലും ചെയ്യാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ മമ്മൂട്ടിയുടെ കൂടെ പട്ടണത്തിൽ പോലും കുഞ്ഞു പരിപാടികൾ അതെ, അത് പിന്നെ നമ്മൾ അത്രയും ഒരു ഏജ് കൊണ്ടൊന്നും അത്ര മെച്യൂരിറ്റി ഇപ്പോഴുണ്ടെന്ന് ഞാൻ വിചാരിക്കില്ല. മെച്യൂർഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് അധികം സംസാരിക്കാനും പറ്റില്ല. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കണ്ടു അപ്പോൾ നമുക്കിങ്ങനെ സിനിമാടൻ മമ്മൂട്ടി എന്നുള്ള ഇതിൽ നമ്മൾ നോക്കിക്കുക. അന്ന് അങ്ങനെയുള്ളൂ. ഇന്ന് നമുക്ക് കുറച്ചും കൂടി ഒരു സ്പേസ് കിട്ടിയാൽ ഉറപ്പായിട്ടും ഞാൻ വെയിറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് മമ്മൂക്കിയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും അങ്ങനത്തെ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിനെ നമ്മൾ കാണുമ്പോഴും നമുക്ക് സംസാരിക്കുമ്പോഴും കിട്ടുന്നൊരു ഇപ്പം ചോദിച്ച ആ ഒരു സാധനം ഉണ്ട്, ആ ഒരു സംതിങ് ഉണ്ട് അവരുടെ ഉറപ്പായിട്ടും നമുക്ക് കിട്ടാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനു വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരാളാണ്. ഉണ്ടാവട്ടെ, അങ്ങനെ ഒരു അവസരം ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് എല്ലാവരും. അമ്മയിലൊക്കെ മെമ്പർ ആയിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു പരിപാടിക്ക്. അത് നമുക്ക് മെമ്പർഷിപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സാമ്പത്തികം അതൊരു പ്രധാന ഘടകമാണ്. ഇത്ര ലക്ഷം കൊടുക്കണ്ടേ? അതെ. അതുകൊണ്ട് നമ്മൾ 1000 കാര്യങ്ങൾ ചെയ്യും അല്ലേ? ഇപ്പൊ അങ്ങനെയാണ്. പക്ഷെ ഞാൻ പറയില്ല, അതൊക്കെ ഒരു പക്ഷേ നാളെ തന്നെ സംഭവിച്ചേക്കാവുന്ന കാര്യമായിരിക്കും. 100% അങ്ങനെ തന്നെ വിചാരിക്കുകയാണ്. സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഒറ്റ ബ്രേക്ക് മതി ഒരു നടനെ മാറ്റിമറിക്കാൻ അല്ലേ? പൈസക്ക് ബുദ്ധിമുട്ട് ആരോടും ചോദിക്കുവോ? ഉറപ്പായിട്ടും ചോദിക്കാറുണ്ട്. ഞാൻ അതിലൊരു വലിയ മടി, ഭയങ്കര ഓവർ ചമ്മലൊന്നും കാണിക്കാത്ത ഒരാളല്ല. കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സുഹൃത്തുക്കളുണ്ട്. എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ സുഹൃത്തുക്കളുണ്ട്. ഇതിലൂടെ ചില കാര്യങ്ങൾ, ചില സാഹചര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് പറയാന്നുള്ളതാണ്.
പിന്നെ ഒരു ടൈം ചിലപ്പോൾ നമുക്ക് ആ ടൈമിൽ തിരിച്ച് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അഡ്വാൻസാണ് അങ്ങോട്ട് പറയുന്ന ഒരാളാണ്. മാക്സിമം എന്നെ കൊണ്ട് സമയത്ത് ശ്രമിക്കും, ഇല്ലെങ്കിൽ ഞാനത് പറയും, എടാ ഇന്നൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ചേട്ടാ ടൈമുണ്ട് എനിക്ക്. അപ്പം എൻ്റെ 1-2 ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു സാധനമുണ്ട്, വിക്കെ എടാ അത് കുഴപ്പമില്ല അല്ല വിജയ. എൻ്റെ ഒരു നെയ്ബറുണ്ട് സലീമേട്ടൻ, പുള്ളി എന്നെ ഒരു ടൈമിൽ നല്ലൊരു ടൈം സമയത്ത് ഹെൽപ്പ് ചെയ്തുള്ള ഒരാളാണ്. സലീമേട്ടൻ പറയും, മണിക്കൂട്ട വീടിൻ്റെ ആ ഭാഗത്തുള്ള ആൾക്കാർ റിലേറ്റീവ്സൊക്കെ എന്നെ വിളിക്കുക, മണിക്കൂട്ട ഈ ഒരു സൂപ്പർ സ്റ്റാറൊക്കെ ആവട്ടെ അന്ന് ഞാൻ ആ പൈസ ചോദിച്ചോളാം, അപ്പം തന്നാൽ മതി. അങ്ങനെ പറയുന്ന. അപ്പം അതൊക്കെ ഒരു സംതിങ് ഒരു സ്നേഹമാണ് നമ്മളോടുള്ള ഒരു അല്ലെങ്കിൽ ഒരു കെയറോ എന്തൊക്കെയോ ആയിരിക്കും തോന്നുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ മടികൾ ഞാൻ കാണിക്കാറുണ്ട്. ഞാൻ ആർക്കും ഒരു ബാധ്യതയാകരുത് എന്ന് ചിന്തിക്കാറില്ലേ എപ്പോഴും? ഉറപ്പായിട്ടും. പക്ഷേ ഞാൻ തന്നെ പറയാറുണ്ട്, നമ്മളെ നല്ല സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാറുള്ളത് തന്നെയാണ്. ഇതിനു വേണ്ടി മാത്രമാവരുത്. ഇപ്പം ഞാൻ നല്ലൊരു സുഹൃത്താണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഒരു പരിധി വരെ. ഞാൻ ഫ്രണ്ട്സിനോട് പറയാറുണ്ട്, ഞാൻ എന്നെ നന്നായിട്ട് യൂസ് ചെയ്യും, നമുക്ക് അതേപോലെ ഇനി യൂസ് ചെയ്യാം എന്ന് പറയാറുണ്ട്. അവിടെ ഒരു ബാധ്യത അല്ലെങ്കിൽ ഒരു സംതിങ് എന്താ പറയുക, ഒരു കോംപ്ലക്സ്, ഈഗോ, ഈ സാധനം ഇല്ലല്ലോ. തമ്മിലുള്ള ഒരു ലിങ്കാണല്ലോ, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കണക്ഷൻ. ഇങ്ങനെയല്ലേ സൗഹൃദങ്ങൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓണം എങ്ങനെയൊക്കെയാണ് ആഘോഷിക്കാറ്? അങ്ങനെ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ചൊരു ഓണാണോ വിഷു ആണോ അല്ലെങ്കിൽ ക്രിസ്മസ് ആണോ പെരുന്നാളാണോ ഒരു സ്പെഷ്യൽ ഡേ ആഘോഷം എന്നതിനപ്പുറത്തേക്ക് എല്ലാ ദിവസങ്ങളും ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഒന്ന്. പിന്നെ സ്വാഭാവികമായിട്ട് ഓണത്തിന് മിക്കവാറും നമ്മൾ ഒരു കൂട്ടുകാരൻ്റെ അഭിലാഷ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, ലുലുവിൽ വർക്ക് ചെയ്യുന്നത്, അവൻ്റെ വീട്ടിലാണ് കൂടുതലും നമ്മൾ കൂടാറ്, നമ്മളെല്ലാ ഫ്രണ്ട്സും ഒരുമിച്ച് കൂടാറ്. അങ്ങനെ ആയിരിക്കും. പിന്നെ ഓണത്തിൻ്റെ ഇപ്പോൾ ഒരു പടത്തിൻ്റെ ഒരു ഡേറ്റ് ഉണ്ട്, അത് കൺഫേം ആയിട്ടില്ല. അത് അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഒരു ഓണത്തിന് അവിടെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതിനു മുമ്പ് സെറ്റുകളിൽ ഓണം ആഘോഷിച്ചു? ഇല്ല, ഇതുവരെയും അതിനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല. എൻ്റെ പിറന്നാൾ ഒരു ലവ്ഫുള്ളി യു എസ് വേദ എന്ന് പറഞ്ഞ സിനിമയുടെ, ഏത് സിനിമയ്ക്കാണ്? ലവ്ഫുള്ളി യു എസ് വേദ, ആ പടത്തിൻ്റെ സെറ്റിൽ വെച്ച് സെലിബ്രേറ്റ് പറ്റിയിട്ടുണ്ട്. അത് ഭയങ്കര അടിപൊളിയായിരുന്നു, ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു. പിന്നെ ഓണം അങ്ങനെ ഫെസ്റ്റിവൽ പരിപാടികൾ, വിഷു ഇപ്പോൾ ഞങ്ങൾ പവിത്രം സീരിയലിൻ്റെ സെറ്റിൽ വെച്ചിട്ട് അതങ്ങനെ ഭയങ്കര ആഘോഷം ഉണ്ടാവില്ല. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കലും അതൊരു രസമുള്ള പരിപാടി. അത് ലാസ്റ്റ് ഷെഡ്യൂൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് അങ്ങനെ ആഘോഷം ഈ ഓണം ഒരു സെറ്റിൽ ആഘോഷിക്കാൻ പറ്റുമായിരിക്കും, അങ്ങനെ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, ഓണത്തിൻ്റെ ഏറ്റവും ലാസ്റ്റാണ് അമ്മയുടെ ആണ്ട്. അതുകൊണ്ട് ആ ഒരു ഡേറ്റ് ഞാൻ എല്ലാ വർഷവും ഞാൻ മാറ്റി വയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അവർ തന്നൊരു ഡേറ്റും ആ ഡേറ്റിലായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ആ ദിവസം മാത്രം എന്നെ ഒഴിവാക്കി തരണം, അമ്മയ്ക്ക് ബലിയിടാനുള്ള കാര്യങ്ങൾ. ഇതുവരെയുള്ള എല്ലാ വർഷങ്ങളും മാക്സിമം ഒരു വർഷം കണ്ട് പറ്റിയിട്ടില്ല. എന്തോ അന്നത്തെ ടെക്നിക്കലി ഉള്ള എന്തോ സാഹചര്യം കൊണ്ട് ഞാൻ എൻ്റെ മരണം വരെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതിപ്പം ചില ആൾക്കാരായിരിക്കും അതിലൊക്കെ വലിയ കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് എൻ്റെ ഒരു സന്തോഷമാണ്, എൻ്റെ ഒരു സംതൃപ്തിയാണ്. അത് എനിക്ക് വെച്ച് പ്രത്യേകിച്ചൊന്നും അവർക്ക് ചെയ്യാനില്ലല്ലോ. എനിക്കിനി ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. അതൊക്കെയാണ് ഈ വരുന്ന ഓണത്തിൻ്റെ സമയത്തുള്ള കാര്യങ്ങൾ. അത് നമ്മൾ ഫ്രണ്ട്സായിട്ട് ചെറിയ എന്തായാലും കണ്ടന്റ് പരിപാടികൾ ആലോചിക്കുന്നുണ്ട്, അതിൻ്റെ ഷൂട്ടൊക്കെ അത് നടക്കുന്നുണ്ട്. വിനയൻ സാർ എന്നൊരു മനുഷ്യനില്ലായിരുന്നെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള നൂറുകണക്കിന് ആളുകളെ മലയാള ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു. ഉറപ്പായിട്ടും അത് വിനയൻ സാറിന് നമ്മൾ സമ്മതിച്ചേ പറ്റും. ഉറപ്പായിട്ടും നമ്മളൊരു സിനിമാ ഗുരു തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അത് എന്താ പറയുക, സാറ് ഇങ്ങോട്ട് വിളിച്ചിട്ട് നീ വരുന്നില്ലേ ചോദിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പം എനിക്ക് മനസ്സിലായി, കാരണം നമുക്കൊക്കെ എവിടേക്കോ എന്തൊക്കെയോ ദൈവം പലതും കണ്ടുവച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന എൻ്റെ ആ ഒരു കോൺസെപ്റ്റ് ശരിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ എന്നും സ്നേഹത്തോടെ ഓർക്കുന്ന ഒരു മനുഷ്യനാണ് വിനയൻ സാർ, നമ്മുടെ ഗുരുവാണ്. അതിനപ്പുറത്തേക്ക് ഞാനിപ്പോഴും വിളിക്കാറോ ഒന്നുമില്ല. പുള്ളിയുടെ അടുത്ത് എൻ്റെ കോണ്ടാക്റ്റ് ഉണ്ട്. പുള്ളിയുടെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്നൊരു മനുഷ്യനാണ്. അത് നമ്മൾ പലപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട്. അതിനൊക്കെ അതിജീവിക്കുക എന്ന് പറയുന്ന ചെറിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ വീണ്ടും വിനയൻ സാറിൻ്റെ ഒരു ആക്ഷൻ കട്ടിന് വേണ്ടി എൻ്റെ മുന്നിൽ നിൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതുണ്ടാവും. വിനയൻ സാർ ചേർത്ത് പിടിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും അതില്ല എന്ന് ആര് പറഞ്ഞാലും ഞാൻ എതിർക്കുന്ന ഒരാളാണ്. അതെ, സ്നേഹമുള്ള ഒരാളാണ്. അത് ഉറപ്പായിട്ടും. വിനയ് പറഞ്ഞ പോലെ അദ്ദേഹം ഒത്തിരി പ്രതിസന്ധികളിലൂടെ വന്നാണ്, അദ്ദേഹം അനുഭവിച്ചതാണ് പലതും.
സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട കാലത്തൊക്കെ. അപ്പം അദ്ദേഹത്തിനെ മാറ്റി നിർത്തുമ്പോൾ ഉണ്ടാകുന്ന വിഷമം പറയാം. അതുകൊണ്ട് അദ്ദേഹത്തിനെ പോലെ ഒരാളില്ലാണെങ്കിൽ അത്ഭുതദ്വീപ് എന്നൊരു സിനിമ ഉണ്ടാവും. സംഭവിക്കില്ലായിരുന്നു. എവിടെ നിന്നൊക്കെയുള്ള കലാകാരന്മാർക്ക് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ലൈഫിലേക്ക് ഇറങ്ങാൻ, അല്ലെങ്കിൽ കോൺഫിഡൻസോടെ ആൾക്കാരോട് സംസാരിക്കാൻ. ഇപ്പം ആ ചേട്ടൻ, പക്രു ചേട്ടൻ തന്നെ ഒരു വലിയ ആക്ടർ എന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്, എന്താ പറയുക, ഗിന്നസ് റെക്കോർഡ് നേടിയത്, നമ്മളെ പോലത്തെ കുറേ ആളുകൾ കല്യാണം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കടന്നത്, കുറച്ചും കൂടി കലാകാരന്മാരാണെന്ന് സ്വയം തെളിയിക്കാൻ പറ്റിയത്, അങ്ങനെ കുറേ കാര്യങ്ങൾ അത്ഭുതദ്വീപ് കൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയായിരുന്നു. ഈ ഓരോ യാത്രകൾ പോകുമെന്ന് പറഞ്ഞില്ലേ, യാത്രകളിൽ കൂടെ എന്നും ഇപ്പം നേരത്തെ അമ്മയെ കൊണ്ടുപോകാൻ പറ്റില്ല, യാത്രയിൽ എപ്പോഴും അമ്മ ഉണ്ടാവും അല്ലേ? മനസ്സിൽ ഉണ്ട്, ഉറപ്പായിട്ടും. ഓരോ യാത്രയിലുണ്ട് അച്ഛനും അമ്മയും. ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, അവർ രണ്ടുപേരും പോയതിന് ശേഷം എൻ്റെ 2 സൈഡിലായിട്ട് ഒരു പ്രസൻസായിട്ട് അവർ ഉണ്ട് എന്ന് തന്നെയാണ്. അതെൻ്റെ ഒരു അവസാനം വരെ ഉറപ്പായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എപ്പോഴും ഷൂട്ടിന് പോകുന്ന മുമ്പ് ഫോട്ടോ നോക്കി പറഞ്ഞിട്ടാണ് പോകുന്നത്? പറയാറുണ്ട്. ഇന്ന സിനിമയ്ക്കാണ് പോകുന്നത്, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറയാറുണ്ട്. അത് ചിലപ്പം ഷൂട്ടിനല്ലാത്ത ചിലപ്പോൾ എന്തെങ്കിലും യാത്രകളുണ്ടെങ്കിലും ഞാനൊരു ജസ്റ്റ് അവരൊന്ന് നോക്കി അങ്ങനെ തന്നെ പോവാറ്. അപ്പം കിട്ടുന്നൊരു സന്തോഷമുണ്ട്, ഒരു സംതൃപ്തി ഉണ്ട്. അത് ചിലപ്പോൾ ചെറുതായിരിക്കാം, ഒരു പക്ഷെ ഭയങ്കര വലിയ സംതൃപ്തി ആയിരിക്കാം. അത് എൻ്റെ മാത്രം ആണ്, എൻ്റെ ഉള്ളിൽ മാത്രമുള്ളൊരു സംതൃപ്തി, സന്തോഷമാണ്. അത് വേറെ ആരെയും ഞാൻ ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. പലർക്കും പലതായിരിക്കാം. എന്തിനാണത്? ഇപ്പം എന്നോട് ചോദിക്കാറുണ്ട്, പൂർണ്ണമായിട്ടും അവിടുന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തുകൂടെ കൊച്ചിയിലേക്ക്, അവിടുന്ന് സ്ഥലമൊക്കെ കൊടുത്ത് വന്നുകൂടെ, ഫ്ലാറ്റ് എടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. അപ്പം ഞാൻ അതിൽ തീരെ ആഗ്രഹിക്കുന്നില്ല. എനിക്കിവിടെ എപ്പോഴും ഒരു സ്പേസ് ഉണ്ട്, എപ്പോഴും വരാം, പോവാം. നമുക്ക് ജസ്റ്റ് ഒരു ട്രാവൽ ചെയ്യേണ്ട ഒരു ടൈം മാത്രമേ ഉള്ളൂ. ആ ഒരു സ്ഥലവും ആ ഒരു അച്ഛൻ ഉണ്ടാക്കിയ വീട്, അച്ഛനും അമ്മയും കൂടി ഉണ്ടാക്കിയ വീട്, അവരുടെ ഒരു പ്രസൻസ് ഉള്ള ആ ഒരു മണ്ണ്, വീട്, അത് വല്ലാത്തൊരു ഇമോഷനാണ് എനിക്ക്. അത് ഞാൻ പറഞ്ഞത് നേരത്തെ, നമ്മുടെ എന്തായാലും പറയുക, നമ്മുടെ മാത്രം വ്യക്തിപരമായിട്ടുള്ളൊരു സന്തോഷമോ സംതൃപ്തിയോ സങ്കടമോ സംതിങ് ഒക്കെയാണ്. അതവിടെ അങ്ങനെ കിടക്കട്ടെ. പല സിനിമകളിൽ അഭിനയിച്ചാലും പല പ്രൊമോഷനൊന്നും കാണാറില്ല. പല സിനിമയിലും പല പ്രൊമോഷൻ വർക്കുകൾ നടക്കുമല്ലോ, അതിലൊന്നും ചിലപ്പോൾ കാണാറില്ല. അതെന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞ ചില പോയിന്റ്സാണ്. അതായത് നമ്മളൊരു വലിയ ക്യാരക്ടേഴ്സുകളിലേക്കോ അല്ലെങ്കിൽ ഒരു വലിയ സ്പേസുകളിലേക്കോ ചിലപ്പോൾ എത്താത്തതുകൊണ്ടായിരിക്കാം. അങ്ങനത്തെ സ്പേസുകളിലേക്ക് ഉള്ളൊരു യാത്രയാണ് ഞാനും ഭയങ്കരമായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നതും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നതും. അപ്പം ഇത് കാണുന്ന അല്ലെങ്കിൽ എന്നെക്കുറിച്ച് അറിയുന്ന കുറേ ആൾക്കാരും കുറേ ഡയറക്ടേഴ്സും റൈറ്റേഴ്സൊക്കെ ഉണ്ടല്ലോ, നിങ്ങളൊക്കെ ചുമ്മാ ഒന്ന് മനസ്സ് വയ്ക്കുക, ഉത്തരം പറയുന്നുള്ളത്. ഇതിനുള്ള ഉത്തരം അതാണ്. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം കേട്ടോ. നമ്മൾ കുറേ കാര്യം നമ്മൾ ലൈഫാണ് സംസാരിച്ചല്ലേ, ഇന്റർവ്യൂ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മൾ സ്റ്റേഡിയത്തിൽ ഇരുന്ന് വർത്താനം പറയാനല്ല എനിക്ക് തോന്നി. ഇപ്പോൾ അവിടെ ഇരുന്നായിരുന്നു പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഏത് മുക്കാണ് ഇത് സംസാരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സ്റ്റുഡിയോയ്ക്കുള്ളിരുന്ന് സംസാരിച്ചു. ഇനി എന്താണ് പറയാനുള്ളത്? നമ്മളിലെ എന്താ പറയുക, സന്തോഷങ്ങളെയും സങ്കടങ്ങളെയൊക്കെ ഒരേപോലെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ കുറേ അധികം കഥാപാത്രങ്ങൾ എന്നിലേക്ക് എത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്താ പറയുക, കുറേ സിനിമകൾ നമ്മളുടെ അടുത്ത് മിസ്സായിട്ടുണ്ട്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പല പ്രൊജക്റ്റുകളും നമ്മളിലേക്ക് എത്തുന്നില്ല. ഇപ്പോഴും അതിൻ്റെ ലിമിറ്റേഷൻസും സ്ട്രഗ്ലിങ്സും ഉണ്ട്. ബട്ട് അതൊന്നും എന്നെ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല. എനിക്ക് അതെൻ്റെ ഏറ്റവും വലിയൊരു ആത്മവിശ്വാസമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെയ്യാൻ കുറേ അധികം ക്യാരക്ടേഴ്സ് ഇവിടെ എവിടേക്കോ ഉണ്ട്. എവിടേക്കോ ഫ്ലാറ്റുകളിലും ഏതൊക്കെയോ വീടുകളിലും ഏതൊക്കെയോ ഹോട്ടൽ മുറികളിലും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, സംസാരത്തിലിരിക്കുകയാണ്. അതെ, കുറേ അതെ കുറേ ആൾക്കാരുടെ ചിന്തകളിലും കുറേ സിനിമാക്കാരുടെ. അപ്പോൾ ഈ പറഞ്ഞ ചിന്തകളും ഈ പറഞ്ഞ എഴുത്തുകളൊക്കെ പുറത്തേക്ക് വരാൻ ആ വേട്ടാവളിയന്മാർ സഹായിക്കട്ടെ. ഈ വേട്ടാവളിയൻ കാത്തിരിക്കുന്നു. അതാണ് പറയാനുള്ളത്. ഗംഭീര ക്യാപ്ഷനാണ്. ആ വേട്ടാളിയൻ ഈ വേട്ടാളിയനെ സഹായിക്കട്ടെ. ഈ വേട്ടാളിയൻ കാത്തിരിക്കാം, ആ വേട്ടാളിയൻ മനസ്സ് വെക്കട്ടെ, ആ വേട്ടാളിയന്റെ സ്ക്രിപ്റ്റിൽ ഈ വേട്ടാളിയന്റെ പേര് വരട്ടെ. അല്ലേ? എന്തായാലും ഒത്തിരി സന്തോഷം. നമ്മൾ കുറേ കാലമായിട്ട് സംസാരിക്കും. പേഴ്സണലി നമ്മൾ മെസ്സേജ് അയക്കുമ്പോഴും എന്താ പറയാ, സ്റ്റേഡിയത്തിൽ നിന്ന് കാണുമ്പോഴും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഞാനൊക്കെ ഒരു വീഡിയോ ഇട്ട് എല്ലാത്തിനും കമന്റ് ഇടുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളാണ് റിപ്ലൈ ചെയ്യുന്ന ആളാണ്. അതെ, ഞാൻ എപ്പോഴും റിപ്ലൈ ചെയ്യുന്ന ആളാണ്. ഒത്തിരി സന്തോഷം. ഇനിയും ഈ പറഞ്ഞ പോലെ നമ്മുടെ കഥാപാത്രങ്ങൾ ആരോടെയൊക്കെ കൈകളിൽ ഇരിപ്പുണ്ട്. കഥാപാത്രം എത്തും,
എത്തേണ്ട മനുഷ്യനാണ്, എത്തുമെന്ന് വിശ്വാസം എനിക്കുണ്ട്. സന്തോഷം. എന്നാൽ കഴിയുന്ന എത്തിക്കുന്ന സ്ഥലത്ത് എത്തിക്കുകയും ചെയ്യും. താങ്ക് യു സോ മച്ച്. ഒത്തിരി സന്തോഷം. സന്തോഷം. താങ്ക് യു. താങ്ക് യു.